മദ്യത്തിനെതിരെയുള്ള പോരാട്ടം ആവശ്യമാണ്. ഈ മദ്യമല്ലേ സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുന്നത്, യാതൊരു സംശയമാണ്. മദ്യം മാത്രമല്ല, കഞ്ചാവ് അതുപോലുള്ള ഈ ടൈപ്പുള്ള എല്ലാം നിരോധിക്കണം. തീർച്ചയായിട്ടും. മയക്കമരുന്ന്, സിറിഞ്ച് കുത്തിവെപ്പ്, പിന്നെ വേറെ ഒന്നുണ്ട്. ഇപ്പൊ ഒരു തരം പ്ലാസ്റ്റിക് ഭരണിയിൽ കൊണ്ടുവന്നൊരു പാമ്പിനെ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ പുതിയ തലമുറ ഏതാണ്ട് അതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. PC മദ്യ നിരോധനമല്ല വേണ്ടത്, മദ്യവർജന. മയക്കുമരുന്നിനെതിരായിട്ടുള്ള വലിയ പോരാട്ടം. അല്ല കൃഷ്ണ, എന്നാൽ മാത്രമേ നമ്മുടെ പുതിയ തലമുറയെ ഈ കുട്ടികളില്ലേ, നമ്മളെ സ്കൂൾ കുട്ടികൾ, ആ കുട്ടികളാണ് ഇവരെ ഈര. നമ്മുടെ ബംഗാൾ, ബീഹാർ തൊഴിലാളികൾ ഇവിടെ വരുന്നില്ലേ, വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ ആഗ്രഹിക്കുക. ഇവര് ഒരു സെവനപ്പിനകത്ത് വെറുതെ ഒരു ഗുളിക ഇട്ടാൽ ഇതൊക്കെ പിള്ളേർ പഠിക്കുക. ഇവിടെ ഇതുണ്ടായിരുന്നു നമുക്കറിയില്ലായിരുന്നു. ഇത് വേറൊന്നുണ്ട്, പ്ലാസ്റ്റിക് കൂടിനകത്ത് നമ്മുടെ സാരത്തെ പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ പിന്നെ നമ്മുടെ പിള്ളേർ പരീക്ഷിക്കുമല്ലോ, ഇടുക, ശ്വസിക്കുക, ഒരു 2 മണിക്കൂറധികം വട്ടാ ടവല്. ഇതൊക്കെ പഠിക്കുന്നത് ബംഗാളിൽ ഇവിടെ എത്തിയന്മാർ പഠിപ്പിക്കുന്ന നമ്മുടെ പിള്ളേരെ. അല്ല, നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ പണിയെടുക്കാതായപ്പോഴല്ലേ ബംഗാൾ, ബീഹാർ. നമ്മുടെ ആള് ഇവിടെ കേരളത്തിൽ പണിയെടുക്കുക, കേരളം വിട്ടാ ചോറ് പണിയെടുക്കുക. അതെ അതെ. അല്ല, അപ്പൊ നമുക്ക് ഈ കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും ഉത്സവമാണല്ലോ ഈ ഓണം. ഈ ഓണത്തിന്റെ ഏറ്റവും വലിയൊരു അതിൻ്റെ ഒരു ഐതിഹ്യം, അത് നമുക്കൊന്ന് അതിലേക്ക്. അല്ല, അതിപ്പം നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ചുള്ള ഒരുപാട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ സാധാരണ പരമ്പരാഗതമായിട്ട് വിശ്വസിച്ച് പോരുന്ന ഒരു ഐതിഹ്യമാണ്. അതായത് മഹാബലി നാട് ഭരിച്ചിരുന്നു. അന്നത്തെ ആ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയെ സംബന്ധിച്ചാണ്. കാരണം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വ്യത്യാസമില്ലാത്ത വളരെ സമത്വ സുന്ദരമായിട്ടൊരു സാമൂഹ്യ വ്യവസ്ഥ അത് നിലനിന്നിരുന്നതാണ്. കള്ളവും ഇല്ല, ചതി. ഇന്ന് ഇതൊക്കെ ജനാധിപത്യ സമൂഹത്തിൽ ഇത് മാത്രമേ ഉള്ളൂ. കള്ളമുണ്ട്, ചതിയുണ്ട്, ഇതൊന്നും ഇല്ലാത്ത ഈ കള്ളപ്പറയും ചെറുനാഴിയും എന്നൊരു വാക്കുണ്ട്. അതെ, കള്ളപ്പറയും. അത് ജന്മിത്തത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കള്ളത്തരങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സന്ദേശമുണ്ട്. മഹാബലി എന്ന് പറയുന്ന കറുത്തവൻ്റെ രാജാവാണ്, അസുര രാജാവ്. അസുര രാജാവാണ്. മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ ദൈവമാണ്. ദൈവം കറുത്തവൻ്റെ ഭരണത്തിൽ, അതായത് പാവപ്പെട്ടവൻ്റെ ഭരണത്തിൽ രാജ്യം സുഭിക്ഷമായിരുന്നു. ആ സുഭിക്ഷമായിരുന്നു കണ്ടിട്ട് കുശുമ്പായിട്ട് ദൈവം നിന്നിട്ട് അവനെ ചവിട്ടി താത്തി എന്ന് പറഞ്ഞാൽ അത് പറയാൻ കൊള്ളുന്ന കാര്യം. ദൈവത്തിന് കുശുമ്പില്ലല്ലോ. അല്ല, അതില് നമ്മളങ്ങനെ ആ ഐഡിയ പറയരുതെന്നാ ഞാൻ പറഞ്ഞു. അല്ല, അതല്ല, അതിൽ വേറൊന്നുണ്ട്. ഇതിന് വേറൊരു മറുവശമുണ്ട്. എന്താ മറുവശം? അതായത് സത്യത്തിൽ ഈ മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തി എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു പ്രതീകാത്മക. നേരത്തെ പറഞ്ഞല്ലോ അസുരനാണെന്ന് പറഞ്ഞല്ലോ, ഒരു ആസുരിക ഭാവമുള്ള ഒരു ആസുരികതയുടെ പ്രതീകം കൂടിയാണ് മഹാബലി എന്ന് പറയുന്നത്. അതേ ആ മഹാബലിയുടെ ആസുരികതയാണ് മഹാവിഷ്ണു പാതാളത്തിലേക്ക് താഴ്ത്തിയത്, അയാളെ മോക്ഷത്തിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നത്. അതല്ല, ഈ മഹാബലി ചക്രവർത്തിയുടെ ഭരണം ഇവിടെ മാത്രമല്ല, ലോകം മുഴുവൻ കേളിയായിരുന്നു. അവിടെ കള്ളവും ചതിയും ഇല്ലാത്ത ഒരു സുന്ദരമായ ഭരണമുണ്ടെന്ന് അത് പലർക്കും സഹിക്ക വയ്യാതുകൊണ്ട് അവർ കുശുമ്പോട് ചേർന്ന് വേറൊരു പക്ഷമുണ്ട്. പുരാണങ്ങളെല്ലാം നോക്കിയാലും ഇപ്പം രാവണൻ ശരിക്കും രാവണനെ കൊല്ലുന്നതോടുകൂടി രാവണന് മോക്ഷം കൊടുത്തു ശ്രീരാമൻ. അവരുടെ ആസുരികത ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ മോക്ഷത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ്. അതിന് ആ സന്ദേശം മാത്രമേ നമ്മൾ എടുക്കണ്ടോ. അതിന് വിശാലമായിട്ട് ഒരു ചർച്ചയായിട്ട് അതിൽ മാറ്റേണ്ട ആവശ്യമില്ല. അതില് നമ്മള് വലിയ തർക്കത്തിന് പോകണ്ട. ഞങ്ങൾ ഈ ചായക്കട നടക്കുന്നവർക്കും ഈ സാധാരണക്കാർക്കും ഇവിടുത്തെ പാവപ്പെട്ടവർക്കും അറിയേണ്ടത്, ഏതോണം വന്നാലും ഞങ്ങൾക്ക് സാധനങ്ങളുടെ വില കുറച്ച് കിട്ടുമോ? വില കുറച്ച് കിട്ടുമോ, വില കൂട്ടി കിട്ടുമെന്ന് നോക്ക്. അതല്ല വില കൂട്ടിക്കൊണ്ടിരിക്കുക. അതെന്താ, ഇതില് പൊതുവിതരണ സമ്പ്രദായം തകർന്നു നിൽക്കുകയാണ്. ഞാൻ വിളിച്ചു നോക്കാം, പറഞ്ഞ ഞാനിങ്ങ് പറയാം, രാഷ്ട്രീയമല്ല. ഇതെല്ലാ കൊല്ലമുണ്ട്. എന്താ പ്രശ്നം? തക്കാളി തമിഴ്നാട്ടിൽ 2 രൂപ. ആ സാധനം ഒരു 10,000 കിലോ കൊണ്ടുവരേണ്ടത് ഒരു ലോറിക്ക് 15,000 കിലോ കൊണ്ടുവരാമല്ലോ. ഇവിടെ കൊണ്ടുവന്ന് 30 രൂപ ആക്കേണ്ട കാര്യമാണ്. ഇത് മുഴുവൻ ഇടനിലക്കാരൻ്റെ കൊള്ളയടിയാണ്. ഈ ഇടനിലക്കാരനെ, ഈ ലാഭം കൊയ്യുന്ന ഇടനില കൊള്ളക്കാരനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കാതെ ആര് നോക്കിയാലും നിത്യോപയോഗ വില കുറയ്ക്കാൻ കഴിയില്ല. അല്ല, PC പറഞ്ഞത് ശരിയാ. നമ്മൾ രാഷ്ട്രീയമല്ല പറയുന്നത്, നമ്മുടെ ജീവിതമാണ്. ഇവിടെ നമ്മൾ ഈ കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് ഇതൊക്കെ നടക്കുക. ഇതൊന്നും ഫലപ്രദമായി നേരിടാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ട്. അത് മാത്രമല്ല, പിന്നെ വിലക്കയറ്റത്തിൻ്റെ കാരണം ഈ എല്ലാം ഊഹക്കച്ചവടമാണ്.
ഊഹക്കച്ചവടം ഇതിവിടെ ഈ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട സഹായം ഇത് നമ്മുടെ മുഴുവൻ പേർ കൂടെ ചർച്ച ചെയ്യണം. ദേശീയ തലത്തിൽ ഈ ഊഹക്കച്ചവടക്കാരാണ് ഇപ്പോൾ ഇതിന്റെ വില നിയന്ത്രിക്കുന്നത്, കർഷകനല്ല. ഈ ഊഹക്കച്ചവടക്കാരനെ നമ്മൾ കാണുന്നില്ല. അപ്പൊ അവനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അത് അജ്ഞാതാണ്. കച്ചവടവും ഉണ്ട്, കച്ച കപടവും. അല്ല, കച്ചവടം കച്ചവടത്തിന് ഈ കൃഷ്ണദാസ് പറഞ്ഞതിൻ്റെ ഊഹക്കച്ചവടം ഇതിലെല്ലാം പ്രധാനപ്പെട്ട കാര്യം എന്താ? ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ആയിക്കോട്ടെ, ഇച്ഛാശക്തിയുള്ളൊരു ഭരണകൂടമുണ്ടെങ്കിൽ ഈ ഊഹക്കച്ചവടം അല്ല ഏത് കച്ചവടം നിയന്ത്രിക്കാം. ഇപ്പൊ ഉള്ളി കർഷകന് കിട്ടുന്ന 5 രൂപ, ഉള്ളിക്ക് എത്ര മാർക്കറ്റിൽ കർഷകനുള്ള 40 രൂപ, 5 രൂപ അവന് കിട്ടുന്ന, അവന് വർദ്ധിപ്പിക്കുന്നില്ല. നിങ്ങൾ കൃഷിക്കാരൻ കൂടുതൽ പാപ്പരാവുന്നു. ഇവിടെ കച്ചവടക്കാരൻ ഇടനിലക്കാരൻ കൊണ്ടുപോയി നാട്ടിൽ വലിയ സമ്പന്നനാകുന്നു. എന്തൊരു കാര്യം, ഓണത്തെക്കുറിച്ചല്ലേ ചർച്ച? ഓണത്തെക്കുറിച്ചാണല്ലോ, ഓണാണല്ലോ പെടുന്നത്, ഓണാണ് വിഷയം. അതെ. അപ്പോൾ ഓണത്തിന്റെ സന്ദേശം എന്താ? ഒരു നല്ലൊരു നാളെ സൃഷ്ടിക്കാന്നല്ലേ, ഒരു അച്ഛാദിൻ ഏതായാലും ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ചായക്കട നാളെ നമുക്ക് കുറച്ചുകൂടെ ഭേദപ്പെട്ടൊരു ചായക്കടയാക്കണം, പിന്നെ അതൊരു 5 സ്റ്റാർ ഹോട്ടൽ. തെറ്റാണ്, ഞാൻ പറയാം. ഇതുപോലെ ഇരിക്കുക രക്ഷ. എന്താണെന്നറിയോ, ഇങ്ങനെ ഇരുന്നാലും ഞങ്ങളൊക്കെ ഒന്ന് കയറി ഇരിക്കുക. അല്ല, ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ എന്താ കാര്യം അറിയാം? ഇപ്പൊ ഞാനും ഞങ്ങളെല്ലാവരും ഇപ്പൊ ഞാൻ തരേണ്ടത് ഒരു ചായക്ക് എത്ര പൈസ ഇപ്പൊ വാങ്ങാൻ പോകുന്ന പൈസ വാങ്ങിച്ചോളൂ, ഒന്നിച്ച് അല്ല ഞങ്ങള് ഈ 10-20 രൂപ തരണം, അത്രേ തരണ്ടു. ഞങ്ങൾ കഴിച്ചതിനല്ലേ തരണ്ടു. നിങ്ങൾ ഈ 2 സ്റ്റാറും 3 സ്റ്റാറും ആയാൽ ഞാൻ കഴിക്കാത്തതിന് പൈസ തരണം. വാറ്റ് വേണം, സർവീസ് ടാക്സ് വേണം, ആ ടാക്സ് ഈ ടാക്സ്. അപ്പൊ ഞങ്ങൾക്ക് ഇതിന്റെ നല്ലത് ഒരു ചായ ഇത് കഴിക്കാൻ ഈ ഹോട്ടലിൽ ഇത് തന്നെ വേണം. ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മായമില്ല. അതൊരു വലിയ ഘടകമാണ്. തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താ? ഈ ഓണത്തിന് കഴിക്കുന്ന ഭക്ഷണം എന്താ? ഓണത്തിന് ഈ പറഞ്ഞതെല്ലാം ഉണ്ടല്ലോ. ഇറച്ചിയിൽ മായം ഉണ്ടല്ലോ. കോഴി ഇറച്ചി നമുക്ക് ഇപ്പൊ തിന്നാൻ പറ്റുന്നുണ്ടോ? മത്സ്യം എന്താ ചെയ്യുന്ന പറയാ, മത്സ്യം പിടിച്ചുകൊണ്ടുവന്നിട്ട് അത് കൊണ്ടുവന്ന് അടിച്ച് ക്രമീകരിക്കുക. അത് മാത്രമല്ല, അല്ല ഞാൻ പറയട്ടെ, ഈ കച്ചവടം നടത്തുന്ന നമ്മുടെ കച്ചവടക്കാരനായിട്ടുള്ള ഭാര്യരുണ്ടല്ലോ, അവരുടെ ഒരു നിഷ്കളങ്കമായൊരു മനസ്സുണ്ട് ഇതിന്റെ കൂടെ. തീർച്ചയായിട്ടും തരുമ്പോ മറ്റേത് കൃത്രിമ, ഇത് ഭക്ഷണ പദാർത്ഥത്തിന് മാത്രമല്ല കൃത്രിമമില്ലാത്തത്, നല്ല മനസ്സോടുകൂടിയാ തരുന്നത്. ഇവിടെയാണ് ആദിത്യ ദേവോഭവ എന്നൊക്കെ പറയുന്നത്. അതിഥികളെ മനസ്സ്. ഞാൻ വേറെ കാര്യം കേട്ടോ, ഞാനിപ്പോ താമസിച്ച ലോ കോളേജ് എടുത്താ, അവിടെ ആ ലോ കോളേജ് തന്നെ ഒരു ചെറിയ കടയാണ്. അങ്ങേര് 40 രൂപ ഒരു ഗ്ലാസ്, ഒരു 30ഓളം സാധനങ്ങൾ ഇലകളെല്ലാം അടിച്ചു കൊടുക്കുകയാണ്. ഈ നടക്കാൻ വരുന്നവർ മുഴുവൻ വന്ന് നിന്ന് അത് കഴിച്ചിട്ട് പോവുക. ഞാനപ്പോൾ ഇത് എങ്ങനെയാണെന്ന് എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ മേടിച്ചു. അത് മേടിച്ചപ്പോൾ ആ ഒരു ദിവസത്തേക്ക് ഇത്രയും ഒരു മനസ്സുഖം, ശരീരസുഖം. എന്താ സാർ ഔഷധ സസ്യങ്ങളാണ് മുഴുവൻ. ഞാനത് ചോദിച്ചപ്പോൾ അങ്ങനെ 15 കൊല്ലമായിട്ട് അവിടെ ഇരിക്കുക. അപ്പം ഞാൻ സ്വത്ത് പുള്ളിക്ക് എന്തായാലും സ്വത്തണമെന്നില്ല, പക്ഷെ പുള്ളി ഇപ്പോഴും അതേല ഇരിക്കുന്നത്. പുള്ളി അത് മാറ്റുന്നില്ല. പുള്ളിയുടെ ഭാര്യ അവിടെ കൂടത്തിൽ നിൽക്കുക. എനിക്ക് അനുഭവം തോന്നി. പുള്ളിക്ക് വേണമെങ്കിൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പണിയാനുള്ള സാമ്പത്തികമുണ്ട്. ഇപ്പോഴും ഇതേ നിൽക്കുക പുള്ളി. അതിന്റെ കൂടെ പറയാ, കൃഷ്ണദാസിന് അറിയാം, എൻ്റെ നാട്ടിലുണ്ടൊരു കല്ലു കഫേ, കൂത്തുപറമ്പിനടുത്താണ്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന് വേറെ ചോറൊന്നുമില്ല. അവലെന്ന് പറഞ്ഞാൽ ഫുള്ള് വേണോ ഹാഫ് വേണോ ചോദിക്കും. നമ്മൾ ബിരിയാണി ചോദിക്കുന്ന മാതിരി. അതിൻ്റെ കൂടെ നമ്മളെ നാളികേരം ചിരവിയത്, അതിൻ്റെ കൂടെ നമ്മളിവിടെ പിന്നെ ശർക്കര വരുന്നത്, അവിടെ വെല്ലം കരിപ്പെട്ടി, അത് കഴിച്ചാലല്ലേ നിങ്ങൾ ഹാഫ് കഴിച്ചാൽ തന്നെ നിങ്ങൾ വയറ് ഫുള്ളാ. ഞാൻ ഉച്ചയ്ക്ക് ആ വഴി പോകുമ്പോൾ കൂത്തുപറമ്പിൽ എത്തുന്നതിന് ഒരു 3 കിലോമീറ്റർ ഇപ്പുറത്താണ്. അവിടുന്ന് ഞാനത് കഴിച്ചേ പോകും. ഞാൻ മാത്രമല്ല, കേരളത്തിൽ ഇത് കഴിക്കാത്ത നേതാക്കന്മാരുണ്ട്. PKV ഉണ്ട്, സകല നേതാക്കന്മാർ അവിടുന്ന് കഴിച്ചു. കൂത്തുപറമ്പ് ടൗണിൽ എത്തുന്നതിനേക്കാൾ ഒരു 3 കിലോമീറ്റർ ഇപ്പുറത്ത് കല്ലു കഫേ. പണ്ട് അവർ തന്നെ ഇത് മിക്സ് ചെയ്ത് തരും. അതായത് അവല് കുഴക്കുക എന്ന് പറയും ഞങ്ങളുടെ മലബാർ ഭാഷ. അതായത് അവല്, ഈ കരിപ്പെട്ടി, തേങ്ങ ഇതൊക്കെ അവർ തന്നെ മിക്സ് ചെയ്തിട്ടാണ് തരിക. ഇപ്പൊ കുറച്ചുകൂടി പരിഷ്കരിച്ചപ്പോൾ ഇത് മൂന്നും നമുക്ക് മൂന്നായിട്ട് നമ്മൾ ആവശ്യം മാത്രമല്ല പഴവും, ഇതിനെ കൂടെ പഴവും തരും. അതെ വേറെ അതൊന്ന് കഴിക്കണം. എന്തായാലും ഒരു യാത്ര ഒരു സംശയം, ഭാര്യ ഇപ്പൊ വെറും കച്ചവടം ചായക്കട മാത്രമായോ അതോ പഴയ തൊഴിൽ ഇപ്പോഴും ഉണ്ടോ? ആ പഴയ തൊഴിലുണ്ട്, വൈകുന്നേരം ആകുമ്പോൾ അതിന് പോകും. അല്ല പൈസ മുടക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്നോണ്ടാണല്ലോ. അതെ, അല്ല വൈകുന്നേരം വരെ ഇതുള്ളൂ. വൈകുന്നേരം അതായത് ഇവിടെയൊക്കെ ഈ നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് വൈകുന്നേരം ഒരു 6 മണി ആയി കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് ഇറച്ചിയും പൊറോട്ട,
മാറി മട്ടൺ ചാപ്സ്, ചിക്കൻ കറി അതൊക്കെ വേണം. നമ്മുടെ ഉണ്ടംപരി ഇതൊന്നും അവർക്ക് താല്പര്യമില്ല. അപ്പോൾ നമ്മൾ ഈ 5:30-6 മണിയാകുമ്പോൾ ഷട്ടർ ഇടും. ഷട്ടർ ഇടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെറ്റപ്പ് പൂട്ടിയിട്ട് നമ്മൾ നമ്മുടെ പരിപാടിക്ക് പോകും. അല്ല, അതെ, നമ്മുടെ ഇവിടെ ഒരു കുഞ്ഞിരാമൻ മാഷ് ഉണ്ടായിരുന്നു. അദ്ദേഹം സർവീസ് പിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു കട തുടങ്ങണം തോന്നി. ഒരു കട തുടങ്ങി. ഏതാ കട എന്നറിയാം? ചൂട്ടുകട. രാത്രി കാലങ്ങളിൽ പോകാൻ ചൂട്ടുപണൽ വെളിച്ചത്തിൽ ചൂട്ടുകട. അദ്ദേഹം കട തുറക്കത്തേപ്പാ രാവിലെ 10 മണിക്ക്, സ്കൂളിലെ ടൈമിന്. പൂട്ടുന്നത് വൈകുന്നേരം 4 മണിക്ക്. ചൂട്ട് രാവിലെ വൈകുന്നേരത്തേക്കാ ഇവിടെ കടയും പൂട്ടി പോകും. മനസ്സിലായില്ലേ? അതുപോലെയല്ലല്ലോ.